ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ജെഇ മെയിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുറച്ച് ടെൻഷനും അതേപോലെ ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവും അല്ലേ. ലാസ്റ്റ് ടൈം നിങ്ങൾ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് അവർ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ ഇനി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഇനി വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യവുമില്ല. എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം നോക്കിയാൽ നമ്മുടെ മുന്നിൽ ഒരു 20 ദിവസമാണ് ഇനി നമുക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ 20 ദിവസം കൊണ്ട് നമുക്കൊരു NIT സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഈ ദിവസങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, നമുക്കറിയാം ജെഇ മെയിൻ എന്ന് പറയുന്നത് ഒരു ലോ സ്കോറിംഗ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ 300 മാർക്കിൽ നടക്കുന്ന ഈ എക്സാമിൽ ഏകദേശം എത്ര മാർക്ക് വാങ്ങിയാൽ നമുക്കൊരു NIT സീറ്റ് ഉറപ്പിക്കാൻ പറ്റും? ഏകദേശം നിങ്ങളൊരു 160 മുതൽ 180 റേഞ്ചിൽ മാർക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്കൊരു NIT സീറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നൊരു സംശയം നമ്മൾക്കുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഫേസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ നിന്ന് ഏകദേശം ഒരു 15 മുതൽ 18 വരെ ചോദ്യങ്ങളും, കെമിസ്ട്രിയിലെ ഒരു 17 മുതൽ 20 വരെ ചോദ്യങ്ങളും, മാത്സിൽ നിങ്ങളൊരു മിനിമം 10 ചോദ്യമെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെഇ മെയിൻ്റെ ജനുവരി സെഷൻ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചില ഷിഫ്റ്റുകളിൽ നമ്മൾ എത്രമാത്രം ചോദ്യങ്ങൾ കൂടുതൽ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സൻറ്റേജിൽ കുറവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഏകദേശം കുട്ടികളെല്ലാം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അതെന്തായാലും NDAയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. ഇനി വരുന്ന ഫേസിൽ എന്തായാലും ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജനുവരി സെഷനിൽ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതേ പെർസെൻറ്റേജിൽ തന്നെ വാങ്ങാനല്ല നോക്കേണ്ടത് അല്ലേ. അതിനേക്കാളും നല്ല പെർസെൻറ്റേജിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ എണ്ണവും എന്ത് ചെയ്യണം? കൂട്ടിയിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു 50 മുതൽ 60 വരെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്കിങ് കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ ഓപ്ഷൻസും കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യാമുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ അത് വായിച്ച് നോക്കി കൃത്യത വരുത്തിയിട്ട് മാത്രമേ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാവുള്ളൂ. അപ്പം നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് കഴിവതും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ പെർസെൻറ്റേജിൽ നേടാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പ്രിപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഫേസിന് വേണ്ടി കുറേ ഏതായാലും തയ്യാറെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിച്ചു തീർത്തു, ഓരോ ചാപ്റ്ററിലും നിങ്ങളൊരു അനാലിസിസ് നടത്തിയാൽ ഫിസിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു, കെമിസ്ട്രിയിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു, മാത്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ ഒരു കണക്ക് നിങ്ങൾ എടുക്കണം. ഇനി അതിനുശേഷം ഇനി എനിക്ക് പഠിക്കാനുള്ളതിൽ ഇനി നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇനി എനിക്ക് പഠിക്കാൻ ഉള്ള ചാപ്റ്ററുകളിൽ ഈസി ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഞാൻ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം ആ ചാപ്റ്ററുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. കാരണം നമ്മൾ ഫസ്റ്റ് ഫേസ് എക്സാം ഓൾറെഡി എഴുതി കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ എടുക്കുക. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് ചെയ്യേണ്ടത് ഇനി റിമൈനിങ് ആയിട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഈസി ഉള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഇനിയുള്ള സമയത്ത് നമ്മൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതലും നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് തന്നെയാണ്. ഇനി നമ്മൾ ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സിലും കെമിസ്ട്രിയിലും NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ NCERT പക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നവ തന്നെയായിരുന്നു. ഇപ്പോൾ കെമിസ്ട്രിക്ക് ആണെങ്കിൽ നമുക്ക് കാണുമ്പോഴേ അറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഫീലാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി കുടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം.
ഫിസിക്സ് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അതേപോലെ കെമിസ്ട്രി ആണെങ്കിലും പ്യുവർലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണാൻ കഴിയുന്നത്. അതായത് നമുക്ക് ഒറ്റ ലുക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിയറി ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു മജോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്. ഇനി മാത്സിലേക്ക് വരികയാണെങ്കിൽ മാത്സ് മിക്കവർക്കും കുറച്ച് പാടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കൂടുതലും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സിൽ ചോദിച്ചിരുന്നത് അല്ലേ. അപ്പം ഇത്തവണയും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലും MCQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2024 എല്ലാ ഷിഫ്റ്റിലും ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാനായിട്ട്. ഇനിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക. 2024 ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് നടത്തുക. ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നീ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് കൂടുതൽ ഫോക്കസ് നിങ്ങൾ കൊടുക്കണം. ഇനി മാത്സിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം പഠിച്ചിരിക്കേണ്ട കുറച്ച് ചാപ്റ്ററുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ചാപ്റ്ററുമാണ്, അതേപോലെ തന്നെ സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ തന്നെ ബൈനോമിയൽ തിയറം, ദെൻ സീക്വൻസസ് ആൻഡ് സീരീസ്, വെക്റ്റർ ഓൾജിബ്ര, 3 ഡയമെൻഷണൽ ജോമെട്രി എന്നീ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ചാപ്റ്റർ കൂടാതെ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇത് മാത്രം പോരാ. ഇത് കൂടാതെ നിങ്ങൾ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഡിഫറൻസിയേഷന്, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷന്, ദെൻ ട്രിഗ്നോമെട്രി, ഈ 3 ചാപ്റ്റേഴ്സ് ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് നിന്ന് എന്ത് പഠിക്കണം, അറ്റ്ലീസ്റ്റ് ഫോർമുലയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. കാരണം മാത്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം എല്ലാ ചാപ്റ്റേഴ്സും തമ്മിൽ എന്തുണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഒരു ചാപ്റ്ററിലെ ഇക്വേഷൻസ് നിങ്ങൾക്ക് മറ്റൊരു ചാപ്റ്ററിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ബേസിക് ഫോർമുലാസും ഐഡന്റിറ്റീസും ഒക്കെ നമുക്ക് മറ്റുള്ള പല ചാപ്റ്റേഴ്സിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ തന്നെ. അപ്പം മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പം ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി MCQs നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടീസ് തന്നെ ആവശ്യമാണ്. ഇനി നിങ്ങൾ എക്സാമിൽ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ കുറേ നേരം എടുക്കുന്നുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നെ അത് ചെയ്ത് ഓപ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പം ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ റഷ് എടുത്ത് നമ്മളൊരു ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ പെട്ടെന്നുള്ള ധൃതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസ് മാറി മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്നും കൂടെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്തതിലേക്ക് പോകാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം എക്സാമിന് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മാക്സിമം ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യാണ്, നിങ്ങൾ തന്നെ ടൈം സെറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നമുക്ക് വേണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് നടത്തുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ മനസ്സിലാക്കി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഇനിയുള്ള ദിവസം നിങ്ങൾ എക്സാമിന് കണ്ടന്റ് വൈസ് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ മെൻ്റലിയും തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ മോട്ടിവേഷൻ കാണാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ കണ്ട് ദെൻ സജഷൻസ് വന്ന അടുത്ത വീഡിയോ കണ്ട് വെറുതെ സമയം കളയരുത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. നിന്നെക്കൊണ്ട് പറ്റും, എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകണം കേട്ടോ. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാകണം, പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഫേസിലേക്ക് തയ്യാറെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പെർസെൻറ്റേജിൽ തന്നെ നമുക്ക് നേടാൻ സാധിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.